ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചെമ്മീൻ ചോറ് തയ്യാറാക്കിയെടുക്കാം. സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. ചെമ്മീൻ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി 200 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അരി 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കാം. 4.5 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. തിളക്കുന്ന സമയത്ത് അരി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 വേവാകുന്നത് വരെ അരി വേവിച്ചെടുക്കാം. ചോറ് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ശേഷം റൈസ് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4-5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അധികം ക്രിസ്പി ആക്കരുത്, സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. 2 ഭാഗവും വറുത്തതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇതേ പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വെള്ളുള്ളി അരിഞ്ഞതും 1 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ഏകദേശം മാറി വരുന്നുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 2-3 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനും ചേർക്കാം. പതുക്കെ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി ഈ ചൂടിൽ തന്നെ അടച്ചു വെക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ ചോറാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thanks for watching.